ഷെഫീദ് ഫുട്ബോൾ പീക്കിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായി മിക്കേൽ സ്റ്റാറെ നിയമിച്ചിരിക്കുന്നു. ഇവാൻ വുക്കനോവിച്ച് ആശാന്റെ പകരക്കാരനായിട്ടാണ് ഈ സ്റ്റാറയുടെ വരവ്. സ്വീഡിഷ് വംശജനായ സ്റ്റാറെ മുൻ ഉത്താനി താനി എഫ് സിയുടെ തായ് പ്രീമിയർ ലീഗിൽ ഉത്താനി താനി എഫ് സിയുടെ മുൻ പരിശീലകനായിരുന്നു. അത്ര മികച്ച റെക്കോർഡുമല്ല, ഫസ്റ്റ് ഡിവിഷൻ ലീഗുകളിലൊന്നും അത്ര മികച്ച റെക്കോർഡൊന്നുള്ള കോച്ചുമല്ല. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിലവിൽ ഇവാന്റെ പകരക്കാരനായിട്ടാണ് വരവ്. എന്തായാലും ഇവാൻ വുക്കനോവിച്ചിന്റെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയ 3 സീസണിൽ പ്ലേ ഓഫിലൊക്കെ എത്തിയ ആ ഒരു മികച്ച പ്രകടനം ഈ സ്റ്റാറയുടെ കീഴിൽ ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. അദ്ദേഹം സ്വീഡിഷ് പ്രീമിയർ ലീഗും സ്വീഡിഷ് സൂപ്പർ കപ്പൊക്കെ നേടിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പിന്നെ കോച്ചിങ് കരിയറിൽ അത്ര മികച്ച റെക്കോർഡുകളൊന്നുള്ള ഒരു കോച്ചൊന്നുമല്ല. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിലെ ഈ ഒരു കോച്ചിന്റെ വരവ് ഏത് രീതിയിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനത്തെ, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പ്രകടനങ്ങളൊക്കെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാവുക എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ഇവാന്റെ ഒരു പകരക്കാരനായിട്ടുള്ള, അല്ലെങ്കിൽ ഇവാന്റെ ആ ഒരു അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിരുന്ന ആ ഒരു മികച്ച പ്രകടനം സ്റ്റാറയുടെ കീഴിൽ ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം അത്ര മികച്ച റെക്കോർഡുകൾ ഇല്ലാത്ത ഒരു കോച്ച് കൂടി ആയതുകൊണ്ട് ഏത് രീതിയിലായിരിക്കും സ്റ്റാറയുടെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം എന്നുള്ളത് കാത്തിരുന്ന് കാണാം. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ പുതിയ കോച്ച് എത്തിയിരിക്കുന്നു. മിക്കേൽ സ്റ്റാറെ സ്വീഡിഷ് വംശജൻ കൂടിയാണ് അദ്ദേഹം.